നമസ്കാരം. തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ടവർ ഉപാസിക്കേണ്ടതായിട്ടുള്ള ദേവതകളും അവർക്ക് അനുഗ്രഹത്തിനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ്. എന്നും ഇവർ ഇന്ദ്രനെ ഭജിക്കണം. ഓം ഇന്ദ്രായ നമ എന്ന മന്ത്രം എപ്പോഴും ഉരുവിടുന്നത് നന്നായിരിക്കും. ഓം ഇന്ദ്രായ നമ. നക്ഷത്രനാഥൻ എന്ന് പറയുന്ന ബുധനാണ്. ബുധമന്ത്രങ്ങളും ഉരുവിടുക. ഓം ബുധായ നമ എന്ന മന്ത്രം ഉരുവിടുന്നത് ഉത്തമമായിരിക്കും. ബുധന്റെ അധിഷ്ഠാന ദേവത എന്ന് പറയുന്ന അവതാര വിഷ്ണുവാണ്. ശ്രീകൃഷ്ണ നരസിംഹാദികളൊക്കെ നിങ്ങൾ ഭജിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നന്നായിരിക്കും. തൃക്കേട്ട ഉൾപ്പെടെയുള്ള വൃശ്ചിക രാശിയുടെ അധിപൻ എന്ന് പറയുന്ന ചൊവ്വയാണ്. അപ്പൊ ചൊവ്വയെ നമ്മൾ ഭജിക്കാനായിട്ട് ഓം കുജായ നമ, ഓം കുജായ നമ എന്ന് ജപിക്കാം. മാത്രമല്ല ചൊവ്വയുടെ അധിഷ്ഠാന ദേവത ഭദ്രകാളി ഉപാസിക്കുന്നതും നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും. അത് കൂടാതെ തന്നെ കുടുംബദേവതയും പരദേവതയും ഗ്രാമദേവതയൊക്കെ ഉപാസിക്കുക. ദശാകാലങ്ങളിൽ വരുന്ന ഗ്രഹങ്ങളെയും അതിൻ്റെ അധിഷ്ഠാന ദേവതകൾ ഉപാസനാമൂർത്തിയായിട്ട് നിങ്ങൾ എടുക്കുക. ഇപ്പൊ 20 വർഷത്തെ ശുക്രദശാകാലമാണെങ്കിൽ 20 വർഷവും നിങ്ങൾ ശുക്രനെ ഭജിക്കുക. ഒപ്പം തന്നെ ഈ പറയുന്ന ദേവതകളെയും ഭജിക്കുന്നതും ഒപ്പം തന്നെ നിങ്ങൾ ഓം ഇന്ദ്രായ നമ എന്ന് നിത്യവും ഉരുവിടുന്നതും ഒക്കെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. ഈ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദോഷങ്ങൾക്ക് കാഠിന്യം കുറയുകയും ഗുണഫലങ്ങൾ കൂടുകയും ചെയ്യും.